കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ മരണത്തിൽ 16-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി 16-കാരന്റെ മൊഴി. കഴുത്തുഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പ്രതി സമ്മതിച്ചു. പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരു 16-കാരനാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് ഈ 16-കാരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ഇന്നലെയാണ് ഈ 14 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ കാണാതായിട്ടുള്ള ഒരു പരാതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു. പെൺകുട്ടിയും അനിയത്തിയും അമ്മയും. അമ്മ സ്കൂളിനടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ 3 പേര് ഒരുമിച്ചാണ് പോകുന്നത്. അനിയത്തി സ്കൂളിനകത്ത് പ്രവേശിക്കുകയും പെൺകുട്ടി സ്കൂളിലേക്ക് കയറാതെ മാറിപ്പോകുന്നതുമായിട്ടുള്ള ഒരു CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അമ്മയും സഹോദരിയും ഒരുമിച്ച് വന്നതിനാൽ തന്നെ പെൺകുട്ടി സ്കൂളിലായിരിക്കും എന്നൊരു വിചാരമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയും പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആ സമയത്താണ് പെൺകുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു വിവരം അറിയുന്നത്. പിന്നീട് 5:30ക്കും 6:30ക്കും ഈ 2 സമയത്തും പെൺകുട്ടി ഒരു മൊബൈൽ ഫോണിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ട് താൻ വീടിനടുത്ത് തന്നെയുണ്ട്, അല്പസമയത്തിനകം എത്തും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനെ സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസിന് നമുക്ക് ഈ കാര്യവും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 7:30 കൂടിയിട്ടാണ് സ്കൂളിൽ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തത്. പിന്നീട് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി 5:30ക്കും 6:30ക്കും ഇടയ്ക്ക് വിളിച്ച ആ മൊബൈൽ നമ്പർ ഇവിടെ അടുത്തുള്ള തൊടികപ്പലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുണ്ട് എന്ന് സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. അവിടെയൊക്കെ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് ഇതിനപ്പുറത്തേക്കാണ് തൊടികപ്പുറം റെയിൽവേ സ്റ്റേഷൻ. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ ഭാഗത്തെയാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 16-കാരൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്നലെ 6:30ക്ക് പെൺകുട്ടി എന്തായാലും വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. 6:30ക്ക് ശേഷം 9 മണിയോട് കൂടിയിട്ട് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 16-കാരനായിട്ടുള്ള പ്രതി ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 6:30ക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കാം ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നിട്ടുള്ളത് എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയും, അതായത് കൊല്ലപ്പെട്ട പെൺകുട്ടിയും 16-കാരനായിട്ടുള്ള ആ വിദ്യാർത്ഥിയും രണ്ടുപേരും ഒരേ സ്കൂളിലാണ്. അവർ നേരത്തെ തന്നെ പരിചിതരാണ് എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന് പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ 16-കാരൻ്റെ വീട്ടിലും ഈ പറയുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ പോവുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് രാത്രിയോട് കൂടിയിട്ട് ഈ പോലീസ്, കരുവാരക്കുണ്ട് പോലീസ് ഈ 16-കാരനെ ട്രേസ് ചെയ്യുകയും അയാളുടെ വീട്ടിലെത്തുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ അയാൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ പൂർണ്ണമായി നിഷേധിച്ചെങ്കിലും ഇന്ന് പോലീസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. താൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോട് ഇയാൾ തുറന്നു പറഞ്ഞതായിട്ടാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴുത്തു ഞെരിച്ചാണ് താൻ ഈ പെൺകുട്ടിയെ കൊന്നത് എന്ന് പറയുന്നു. എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇവർ സുഹൃത്തുക്കളാണ്, നേരത്തെ തന്നെ പരിചയത്തിലാണ്. ഈ കാര്യങ്ങൾ ഇവരുടെ വീട്ടിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുമാണ്. ഈ 16-കാരനായിട്ടുള്ള വിദ്യാർത്ഥി പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നൽകിയതായിട്ടുള്ള മൊഴിയുമുണ്ട്. പക്ഷേ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു കാട് പിടിച്ചൊരു പ്രദേശമാണ്. അധികം ആളുകളൊന്നും എത്തിപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു പ്രദേശമാണ്. ഈ ഭാഗത്തൊന്നും വീടുകളൊന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഒരാൾ പൊക്കത്തിന് മുകളിലുള്ള കാടുകളും മറ്റുമാണ് ഈ ഭാഗത്ത് നിന്നാണ് കണ്ടെത്തുന്നത്. പക്ഷേ ഏകദേശം 8 മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ കേന്ദ്രീകരിച്ച് പോലീസ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് 6:30ക്ക് പെൺകുട്ടി അവസാനം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ആൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നേരത്തെ തന്നെ നിലനിൽക്കുന്നതിനാൽ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയും അവർ അധ്യാപകരുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ 7:30 ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് 8 മണിയോട് കൂടിയിട്ട് ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് പോലീസ് ഇവിടെ എത്തുന്നത്. അതായത് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. അവിടെ എത്തി പരിശോധന നടത്തിയ സമയത്ത് ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അങ്ങനെ 9 മണിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി ഈ കുറ്റകൃത്യം നടന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയുള്ള ഒരു വീട്ടിലെത്തി ണമെന്ന ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. പരിഭ്രാന്തനായിട്ടുള്ള ആൾ എന്നെ ഒരു കാട്ടുപന്നി ആക്രമിച്ചു എന്നും പറഞ്ഞ് പരിഭ്രാന്തനായിട്ടാണ് ആ വീട്ടിലേക്ക് വന്നത്. അവിടെ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അവിടെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഈ ആൺകുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചതിന് ശേഷം താൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നു. വണ്ടൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് താനെന്നും പറഞ്ഞിട്ടായിരുന്നു അയാൾ പോയത്. വരുന്ന വഴിക്ക് കാട്ടുപന്നി ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാൾ ആ വീട്ടിലേക്ക് കയറുകയും വെള്ളം കുടിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ വീട്ടുകാർ ഇവനോട് പറയുന്നത് നീ വീട്ടിലെത്തുന്ന സമയത്ത് വിളിച്ചു പറയണമെന്ന്. അങ്ങനെ ഈ 16-കാരൻ തൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം താൻ വീട്ടിലെത്തിയതായിട്ടുള്ള വിവരം ഈ പറയുന്ന ആളുകളെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്തേക്ക് പോലീസുകാർ ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കുകയും ഈ ചെറുപ്പക്കാരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം അങ്ങനെ ഇവനെ വീട്ടിലേക്ക് എത്തുകയും ഇവനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു.
തന്നെ ഇവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണമൊക്കെ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഇവൻ പാടെ നിഷേധിക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ പിന്നീട് ഇവൻ കൃത്യമായി ഇന്ന് രാവിലെയോടുകൂടി കൃത്യമായി കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്. ഈ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നാണ് ഇതുവഴി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഇവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വഴി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ സംഭവം നടന്ന സ്പോട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 11 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രതി തന്നെ, അതായത് 16-കാരനായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന ഈ പ്രതി തന്നെയാണ് ഇവിടെയാണ് സംഭവ സ്ഥലം എന്ന് പറഞ്ഞ് ഇതുവഴി നടന്നു വന്ന് കാണിച്ചു തന്നത്. ഇതുവഴി നടന്നു തന്നെയായിരുന്നു തങ്ങൾ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാവിലെ 9:30 കൂടിയിട്ടാണ് പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. 9:30 മുതൽ വൈകിട്ട് വരെ ഇവർ എവിടെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്തായാലും പെൺകുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മണിയോട് കൂടിയിട്ടാണ് പെൺകുട്ടിയുടെ മൃതദേഹം എവിടെയുണ്ട് എന്നുള്ള കാര്യം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ 16-കാരൻ പോലീസ് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷമുള്ള നടപടികൾ ഇവിടെ എന്തായാലും പുരോഗമിക്കുകയാണ്. മൈനറായിട്ടുള്ള പെൺകുട്ടിയാണ്, 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത്തരത്തിലുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താനുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത്, എത്തരത്തിലുള്ള ക്രൂരത ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ഇതിൽ സംശയമുളവാക്കുന്നത് ഇവർ നേരത്തെ പരിചയമുള്ള ആണ് എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ കുടുംബം ഈ പറയുന്ന 16-കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പെൺകുട്ടി ഇവന്റെ കൂടെ പോയത് എന്നതിനെ സംബന്ധിച്ച ഒരു കാര്യത്തിൽ തർക്കമുണ്ട്. പെൺകുട്ടി സമ്മതപ്രകാരമാണ് പോയതെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ 16-കാരൻ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണോ എന്നൊരു സംശയം അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ എല്ലാ ദിവസവും ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്പുറത്തു നിന്നാണ് വാർത്ത വരുന്നത്. കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ മരണത്തിൽ 16-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി 16-കാരന്റെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. പാടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.